മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഈ 3 തരത്തിലുള്ള എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത് ആരെയാണ്? ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പുതിയ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ട് വന്നു, ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടിയിട്ടില്ലേ? ആ സെയിം കാര്യം തന്നെ ഓർക്കുക, എക്സാമ്പിൾ ആയിട്ട് ഓർക്കുക. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ആവട്ടെ, മൈക്രോ സ്കെയിൽ ആവട്ടെ, അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ആവട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് വരുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ആ ഒരു റീജിയണിലുള്ള ആൾക്കാർക്കൊക്കെ എന്താണ്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അതായത് MSMEs is a labor intensive. MSMEs are generally labor intensive industries, means getting more employment opportunities for these types of organizations or industries. MSMEs also provide self-employment. അത് കൂടാതെ self-employment opportunities ഉണ്ടാകും. ചെറുകിട ആയിട്ടുള്ള ചെറിയ ചെറിയ കുടുംബശ്രീ യൂണിറ്റ്സ്, പിന്നെ ചെറിയ ചെറിയ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ അവർക്കൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പോലെയുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ ഈ കൊട്ട നിർമ്മിക്കുന്നത് അതുപോലെയുള്ള ചെറിയ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ എന്താ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ ഏതാണ്? ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഇങ്ങനത്തെയുള്ള ആർട്ടിസൻസ് വർക്ക്, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? മൈക്രോ സ്കെയിൽ, അതായത് ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ അച്ചാറ് കമ്പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കുടിൽ വ്യവസായം കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൂടെ കിട്ടും. അതായത് ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കൂടെ തന്നെ എന്റർപ്രനേഴ്സ് മുമ്പോട്ടേക്ക് വരും പുതിയ പുതിയ ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. അപ്പം ക്യാപിറ്റൽ ചെറിയ രീതിയിലാണെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും അവരുടേതായ തൊഴിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള MSMEs പോലെയുള്ള ഓർഗനൈസേഷൻസ് വരുമ്പോൾ എന്താണ്, ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓർക്കുക, MSMEs are generally labor intensive industries, getting more employment opportunities for local peoples and skilled and high skilled persons, that getting self-employment. MSMEs provide self-employment opportunities to artisans, technically qualified persons and professionals. Clear ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? സെക്കൻഡ് പോയിന്റ്, എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? MSMEസിന് എങ്ങനത്തെ ക്യാപിറ്റൽ വേണം? ഹൈ റേറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണോ, മീഡിയം റേറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണോ, ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ പഠിച്ചത്? ഹൈ റേറ്റ് ഓഫ്. ആണോ? ഹൈ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നാണോ പറഞ്ഞത് MSMEയില്? ലോ. അതായത് ലാർജ് സ്കെയിൽ അല്ല, ഫസ്റ്റ് വേണമായിരുന്നു, ബേസ് അറിയാതെ പോയതുകൊണ്ടാണ് ഹാഷർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. മൾട്ടിനാഷണൽ ആണ് ഇവിടെ പറയുന്നത്. സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ ആൻഡ് മൈക്രോ സ്കെയിൽ. MSME അതിന്റെ ഫുൾ ഫോം പറഞ്ഞു. മൈക്രോ, സ്മോൾ, മീഡിയം, മൾട്ടി ലെവലിലേക്ക് ഒന്നും അല്ല പോകുന്നത്. ലോക്കൽ ഏരിയയിൽ ലോക്കൽ റീജിയണിൽ തുടങ്ങുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനി. രാവിലെ വന്നിരുന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പോവല്ലേ. മൾട്ടിനാഷണൽ കമ്പനി അത് ലാർജ് സ്കെയിൽ കാറ്റഗറിയാ. ഇവിടെ എല്ലാം ഒരു കാറ്റഗറിയെ പറഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായോ? വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കും ഒക്കെ വരുമ്പോ എന്താണ്, തലയില്ല വാലുവില്ല ഒന്നും ഇല്ലാണ്ട് പോകും. അപ്പൊ പിടികിട്ടിയോ എന്താ സംഭവം സംഭവിക്കുന്നതെന്ന്? ഇനി മുതൽ മിസ്സാക്കാണ്ടിരിക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റ്, എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. കഴിഞ്ഞ ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ആദ്യത് ഹാഷിർ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, ഹാഷിർ
MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോള് മീഡിയം മൈക്രോ സ്മോള് മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും മാക്സിമം മീഡിയം ഓർക്കുക. അപ്പൊ അതിന്റെ ഓർക്കുക. മീഡിയത്തിൽ എത്രയാ ഇൻവെസ്റ്റ്മെന്റ്സ് വേണ്ടത്? സർവീസ് അതുപോലെ മാനുഫാക്ചറിങ് സെന്റേഴ്സ്. പറഞ്ഞു, വേഗം പറഞ്ഞു. ക്ലാസ് അറ്റൻഡ് ചെയ്തവര് എത്ര രൂപ മുടക്കിയിട്ട് അവര് കേട്ടോ മീഡിയം സ്കെയിൽ മീഡിയം എന്റർപ്രൈസസ് ആണെങ്കിൽ അവർ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മുടക്കിയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്? ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴേക്ക് ആയിരിക്കുമല്ലോ ഇപ്പൊ ഓൾറെഡി. ഇപ്പൊ നീ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് എടുത്ത് തന്ന ടൈം പോകുന്നോണ്ടാ പറയുന്നത്. പറ, എത്രയാ വേണ്ടത് മീഡിയം സ്കെയിലില്? മാനുഫാക്ചറിങ് സെക്ടറിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ തുടങ്ങുന്നേ? 5 crore to 10 crore. 5 crore to 10 crore till 10 crore. ഓക്കെ. സർവീസിലാണെങ്കിലോ 2 crore to 5 crore. 2 crore to 5 crore. അപ്പൊ 10 കോടി അല്ലെങ്കിൽ 5 കോടി ആ ഒരു റേറ്റിൽ വരുന്നത് വരെ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളതാണ് ഈ മൾട്ടിനാഷണൽ എന്ന് പറയുന്നത്. അത് ഇവിടെ ഇല്ല. കിട്ടിയോ ഹാഷിറെ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിക്കോ. എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. Economical use of capital. MSME needs relatively small amount of capital. Then it's suitable to a country like India where capital is deficient. Thus, MSME facilitate economical use of capital. നമ്മുടെ ഇന്ത്യ പോലെയുള്ള കൺട്രി, അതായത് ക്യാഷ് എടുത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു എക്കണോമിക്കൽ കണ്ടീഷനുള്ള ഒരു രാജ്യം അല്ല നമ്മുടേത്. സോ അതുകൊണ്ട് തന്നെ MSME is more helpful ആണ്. ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. ആരുടെ ഫോണാ ഇങ്ങനെ മെസ്സേജ് വരുന്നത്? സൈലന്റ് ആക്കി വെച്ചേ. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള MSMEs സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പം MSME കോൺട്രിബ്യൂട്ട് ദ യൂസ് ഓഫ് ക്യാപിറ്റൽ. ലെസ് ഇൻവെസ്റ്റ്മെന്റ് മതി MSME സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? MSME സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. Then next, balanced regional development. Balanced regional development. The balanced regional development already നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞതാ. എന്തായിരുന്നു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? എവിടെയാ നോർമലി സ്മോൾ ടൈപ്പ് ഓഫ് എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എവിടെയാ ഉണ്ടാവുക? വില്ലേജസിൽ, സ്മോൾ ടൗൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അങ്ങനെ വന്നു കഴിയുമ്പം ആ പ്ലേസിൽ അത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വന്നാൽ ആ പ്ലേസ് എന്താകും? ഡെവലപ്പ് ആവുന്നു. സോ ഇവിടെ എന്താണ്? MSME സ്റ്റാർട്ടഡ് ഇൻ വില്ലേജസ് ആൻഡ് സ്മോൾ ടൗൺസ്. സ്മോൾ ഇൻഡസ്ട്രീസ് അവോയ്ഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ അർബൻ ആൻഡ് ബിഗ് സിറ്റി. അത് അവർ ബിഗ് സിറ്റീസിലോ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലേക്കോ ഒന്നും പോകത്തില്ല. സ്മോൾ ടൗൺസ് അല്ലെങ്കിൽ സ്മോൾ ഏരിയാസ് ഒക്കെ അവർ സെലക്ട് ചെയ്യുള്ളൂ ഇത്തരത്തിലുള്ള മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മൈക്രോ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇത്തരത്തിലുള്ള സ്മോൾ വില്ലേജസ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസിലെല്ലാം തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൗണ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് പറയുന്നത് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന്. എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മട്ടന്നൂർ എയർപോർട്ട് വന്നു, ഒരു കണ്ണൂര്, മൊത്തത്തിൽ ആ ഒരു മട്ടന്നൂർ ഏരിയ ലൊക്കാലിറ്റി ഫുൾ ഡെവലപ്പ് ആയിട്ടില്ലേ? പഴയ സിറ്റുവേഷൻ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് മട്ടന്നൂരിന്റെ സിറ്റുവേഷൻ? അപ്പൊ മൊത്തത്തിൽ എന്താ പറയാ, കണ്ണൂർ എയർപോർട്ട് വന്നപ്പോ ആ ഒരു കണ്ണൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ഡെവലപ്പ് വന്നിട്ടില്ലേ? Then next point, higher standard of living. Higher standard of living. Higher standard of living. Already അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? The MSMEs bring higher national income, higher purchasing power of people in rural and semi-urban areas. Then they help to improve the standard of living of the people in rural areas. ഏതാണ് ഈ MSME പോലെയുള്ള ഓർഗനൈസേഷൻസ് ടൗൺസില്, വില്ലേജസിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് കൂടുതൽ ജോലി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഓട്ടോമാറ്റിക്കലി സാലറി ഒക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും? അവരുടെ ജീവിത നിലവാരം എന്താകും? ഡെവലപ്പ് ആകും. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതും ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പം ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ദ MSME is getting more profit or national income, higher purchasing power.
നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ പണ്ടുണ്ടായിരുന്ന അവസ്ഥ ഇപ്പൊ ഉണ്ടായിരുന്ന അവസ്ഥയും അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ല, അപ്പൊ നിങ്ങൾ എന്താണ് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം വാങ്ങിക്കോ, അതിലും കൂടുതൽ സാധനം വാങ്ങിക്കോ, കൂടുതൽ സാധനം വാങ്ങിക്കും. അതായത് പർച്ചേസിംഗ് പവർ അപ്പൊ കൂടും. അപ്പൊ മനസ്സിലായോ എന്താ ഡിഫറൻസ്? മനസ്സിലായോ? നിങ്ങളുടെ ജീവിത നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടും. അത് തന്നെ. നെക്സ്റ്റ് പോയിന്റ്, മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ്. Mobilization of local resource. Mobilization of local resource. Then MSMEs are helpful in mobilizing capital. Then industries even in small towns and villages would encourage in habit of thrift and investment among the people of rural areas. Industries facilitate in growth of local entrepreneurs and self-employed professionals in small towns and villages. Then mobilization of local resources means നമ്മൾക്ക് സമ്പാദ്യശീലങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആൾക്കാർ പണിക്ക് പോയി അവർക്ക് സാലറി കാര്യങ്ങൾ കിട്ടി, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതോടൊപ്പം തന്നെ നമ്മളിൽ എന്തുണ്ടാവുന്നു? ഫുൾ അടിച്ചു പൊളിച്ച് തീർക്കുക ചെയ്യുന്ന സാലറിയും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള, അതായത് ഒരു ത്രിഫ്റ്റ്, ദാറ്റ് മീൻസ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എമംഗ് ദി പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ്. ഈ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അതുപോലുള്ള സമ്പാദ്യശീലങ്ങളൊക്കെ വരുന്നു. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്, ദാറ്റ് മീൻസ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ആ ഒരു to encourage the thrift and investment among the people of rural areas. അത്രയും കാര്യം ഓർക്കുക. വില്ലേജ് ടൗൺ ഏരിയയിലുള്ളവർക്ക് സമ്പാദ്യശീലം അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശീലങ്ങളൊക്കെ വരുന്നു. എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിയുമ്പം, നാളെ നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിയുമ്പം അത് ഫുൾ അടിച്ചു പൊളിച്ച് തീർക്കുവാണോ ചെയ്യാൻ? നിങ്ങള് അങ്ങനെ ചെയ്യരുത്. പകരം ഇൻവെസ്റ്റ് ചെയ്യണം, ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അതാണ് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്നാ ചെയ്യുന്നത്? ഫുൾ അവർ വീണ്ടും അവർക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുവാണോ ചെയ്യുക? കമ്പനിയിൽ ഇപ്പോൾ ഒരു എന്റർപ്രണർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് വീണ്ടും അവർ പർച്ചേസ് ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്? ഒരു നിശ്ചിത പോർഷൻ അവരെന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? അത് ഓർക്കുക. Then next, simple technology. Simple technology. എന്താ സിമ്പിൾ ടെക്നോളജി? ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കുകയെന്നാണോ? എന്താ നമ്മൾ പഠിച്ചത്? അത് അഡ്വാൻറ്റേജ് പറഞ്ഞ സെയിം കാര്യം തന്നെ ഇവിടെ കുറച്ചുകൂടി ഡീപ്പായി പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഏതാ പറഞ്ഞത്? സിമ്പിൾ ടെക്നോളജി. സിമ്പിൾ എന്താണ്? മാക്സിമം ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി എന്നാണ് MSME നമ്മൾ പറയുന്നത്. അപ്പം മാക്സിമം നമ്മൾ ലേബേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ കൂടുതലുള്ളത്. മെഷീൻസോ അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോർമലി ഇവിടെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ടെക്നോളജി, ഏറ്റവും സിമ്പിൾ ടെക്നോളജീസ് യൂസ് ചെയ്ത് തൊഴിലാളികൾ തന്നെ, ലേബേഴ്സ് തന്നെയാണ് ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താണ് ഫുൾ 90% ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നത്. ലേബേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം സിമ്പിൾ ടെക്നോളജീസ് ഉപയോഗിച്ച് തന്നെ, മെഷീൻസ് ഒന്നും അധികം ഉപയോഗിക്കാതെ ലേബേഴ്സ് തന്നെയാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ടെക്നോളജി. സിമ്പിൾ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി അഡോപ്റ്റഡ് മോർ ഈസിലി ബൈ. സിമ്പിൾ ടെക്നോളജി ആകുമ്പോൾ എക്സ്പെൻസ് എന്തായിരിക്കും? ലോ ആയിരിക്കും എക്സ്പെൻസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആകുമ്പോൾ നോർമലി ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉണ്ടായാൽ താങ്ങാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് തന്നെ സിമ്പിൾ ടെക്നോളജീസ് കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. എക്സാമിന് നിങ്ങളോട് മൈക്രോ ചോദിച്ചാലും, മൈക്രോ ഇൻഡസ്ട്രീസ് ചോദിച്ചാലും, സ്മോൾ ഇൻഡസ്ട്രീസ് ചോദിച്ചാലും, മീഡിയം ഇൻഡസ്ട്രീസ് ചോദിച്ചാലും ഒക്കെ ഈ സെയിം ആൻസേഴ്സ് മതി കേട്ടോ. അല്ലെങ്കിൽ MSME കണ്ടില്ല എന്ന് പറഞ്ഞ് എഴുതാതിരിക്കരുത്. മൈക്രോ ചോദിച്ചാലും സ്മോൾ നമ്മൾ ഈ ഒരു എന്റർപ്രൈസസും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. ദെൻ ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം നമ്മൾ ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ആൾക്കാരെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ?
ഇല്ല. ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ ചെയ്യുമല്ലേ ചെയ്യുന്നത്. Then MSMEs use relatively low portion of imported equipments and material. ശരിയല്ലേ? നമ്മുടെ ലോക്കൽ റിസോഴ്സസ് ആണ് മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ചെറിയ രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അത് ആൻസിലറി യൂണിറ്റ്സ് നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ലോക്കൽ റിസോഴ്സസ് ഒക്കെയാണ്, എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഫോറിൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെയോ എക്യുപ്മെന്റ്സിന്റെയോ ഒക്കെ യൂസേജസ് താരതമ്യേന MSMEs പോലെയുള്ള എന്റർപ്രൈസസിൽ കുറവാണ്. Then less dependence on foreign capital. MSMEs are relatively used less portion of imported equipments and materials. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ഫോറിൻ ക്യാപിറ്റൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫോറിൻ ക്യാപിറ്റലിന്റെ യൂസേജസ് കുറവല്ലേ വരുന്നത്? ആണോ? മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ നമുക്ക് തീരുമാനിക്കാതെ. അടുത്ത പോയിന്റ് ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ്. ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ്. ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ് ദാറ്റ് മീൻസ് ചെറിയൊരു ലിമിറ്റ്. നമുക്ക് ഈ ലോങ് പീരീഡിലല്ല നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ചെറുകിട വ്യവസായങ്ങളൊക്കെ എന്താണ്, 1-2 വർഷത്തിന് അല്ലെങ്കിൽ അങ്ങനെ ലോങ് ആയിട്ടാണ് വരുന്നത്. ഒരു 3 monthsനുള്ളിൽ അവരുടെ ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് കാര്യങ്ങളായിരിക്കില്ലേ. ചെറിയ കുടിൽ വ്യവസായം, നമ്മൾ അച്ചാർ കമ്പനി പോലെയുള്ളതാണെങ്കിൽ എന്താണ്, അവർക്ക് ഉണ്ടാക്കുന്ന അത്ര ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്യില്ല അവരുടെ വർക്ക്. അവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ഫിനിഷ്, ആ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീരീഡ്, ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ അവർ ഫിനിഷ് ചെയ്യുന്നു. അതാണ് ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. The time lag between the execution of the investment project and start of flow of consumable goods in relatively short. നമുക്ക് ഇത്തരത്തിലുള്ള ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മതി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ കാറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറെ ടൈം ഡ്യൂറേഷൻ എടുക്കുന്നില്ലേ, ലാർജ് കമ്പനീസിലുള്ള ലാർജ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ. അതേസമയം ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിസൻസ്, ഇവരൊക്കെ ആണെങ്കിൽ എന്താണ്, ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരുന്നു. അതാണ് പറയുന്നത്. മനസ്സിലായി? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നില്ലേ, കുറെ നാളെടുത്തിട്ടാണ് അവർ അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു നിശ്ചിത ടൈം ലിമിറ്റിനുള്ളിൽ അവർ ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ലേ. ഇതൊന്നും വേണ്ട. നമ്മൾ പലഹാരം വാങ്ങിക്കൂലേ, ബേക്കറി എല്ലാം വാങ്ങിക്കുമ്പോ ഈ പാക്കറ്റിൽ വരുന്നതിന്റെ അകത്ത് നമ്മൾ നോക്കൂലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ നോക്കൂലേ, അതിന്റെ അകത്ത് കൊടുത്തിട്ടില്ലേ മാനുഫാക്ചറിങ് എക്സ്പയറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ഷോർട്ട് പീരീഡ് അല്ലേ അത് കാണിക്കുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? അതൊരു കുടിൽ വ്യവസായമല്ലേ, പലഹാരം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുതരുന്നേ. ഇപ്പൊ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ എന്താന്ന് മനസ്സിലായോ? ആ സംഭവമാണത്. അപ്പൊ ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ്. Then next point, promote of self employment. Promotion of നേടിക്കോ, promotion of self employment. Promotion of self employment. ശരിയല്ലേ? ഇൻഡിവിജ്വലി സ്കിൽഡ് ആയിട്ടുള്ള, ഇൻഡിവിജ്വലി സ്വന്തമായിട്ടൊരു ബിസിനസ്, ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ സ്കില്ലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളേ. ആണോ? നമ്മൾ പറഞ്ഞ പലഹാരം തന്നെ എടുക്കുക, അത് ഒരു ചെറിയ മൈക്രോ സ്കെയിൽ എന്റർപ്രൈസസ് കാറ്റഗറിയിൽ വരുന്നതല്ലേ. അതാകുമ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയ മൈക്രോ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യമല്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പലഹാര ഐറ്റംസ്, അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാര് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല പാചകത്തിലൊക്കെ നല്ല ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങി, നമ്മൾ ടി വി എല്ലാം കണ്ടിട്ടില്ലേ, അച്ചപ്പോ കുഴലപ്പോ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ 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 കുടിൽ വ്യവസായം, അതാണ് ഏറ്റവും ചെറുത്. മൈക്രോ സ്കെയിൽ ഇൻഡസ്ട്രി കാറ്റഗറിയിൽ അത് വരുന്നത്. അങ്ങനെയുള്ള മൈക്രോ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക്, ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് സമയത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ. അതാണ് പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് പർട്ടിക്കുലർലി എമോങ് ദി പ്രൊഫഷണൽ ക്ലാസ്സസ്. അതൊരു പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കാണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെയുള്ള MSMEs പോലെയുള്ള എന്റർപ്രൈസസ് തുടങ്ങുന്നതിന്. പ്രൊമോഷൻ ഓഫ് നെക്സ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ്
എക്സ്പോർട്ട്. ഞാൻ തൊട്ടപ്പോഴാണോ പോകുന്നത്? കേട്ടില്ല. ഇല്ലായിരുന്നോ? ഫോണ് ചെറുകിട മുതല് വൻകിട വരെ ഉപയോഗിച്ചിട്ടില്ലേ? ഇപ്പൊ നമുക്ക് മനസ്സിലായോ എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റി എന്താന്ന്. പക്ഷെ നമ്മുടെ സാധനം പക്ഷെ അന്യരാജ്യക്കാരെ കുറച്ച്, പക്ഷെ നമ്മുടെ ചൈനയുടെ ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രം. ചെറിയ പാത്രം, പിന്നെ കുട്ടികളുടെ കളി കോപ്പെല്ലാം ഇല്ലേ, അവർക്ക് കൊറോണ പോലെ ഒരു കളിപ്പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഓർക്കുന്നില്ലല്ലേ? അറിയത്തില്ല. റബ്ബർ, അത് തന്നെ കൊറോണന്റെ ഷേപ്പിൽ അതെ വണ്ടിയിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ചെറിയ കളിപ്പാട്ടം പോലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ എക്സ്പോർട്ട് ഫെസിലിറ്റീസ് കൂടുക ചെയ്തത്, അതാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എത്രാമത്തെ പോയിന്റ് ഇപ്പൊ എഴുതുന്നേ? 12 അല്ലേ? പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് 11, 12 പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് 11. ഓക്കെ സോറി. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എങ്ങനെയാ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഏത് ഓർഗനൈസേഷൻസ് വന്നാലും എൻവയോൺമെന്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാത്ത രീതിയിൽ, എൻവയോൺമെന്റിന്റെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്നാ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കണം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? അതിനൊക്കെ എന്ത് പേരാടാ പറയുന്നത് കോമൺ ആയിട്ട്? പൊല്യൂഷൻ. എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടാവാത്ത പ്രോബ്ലംസ്, മാക്സിമം റെഡ്യൂസിങ് ദ പ്രോബ്ലംസ് ഓഫ് പൊല്യൂഷൻ. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് മീൻസ് MSMEs helps to protect the environment by reducing the problems of pollution. നശിപ്പിക്കരുത്. നെക്സ്റ്റ്, facilitate developments of large scale enterprises. Facilitate development of large scale enterprises. അതെങ്ങനെയാ? നമ്മൾ MSMEs തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ ഡെവലപ്പ് ആക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാ? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എങ്ങനെയാ? നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരൂലേ? കുറച്ചൊക്കെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യൂലേ? അങ്ങനെയുള്ള വാങ്ങിക്കുന്നത്. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ യൂണിറ്റ്സ് നമ്മൾ ആണോ? യെസ്. ദെൻ അപ്പൊ അവരുടെ കമ്പനി ഡെവലപ്പ് ആവുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് MSMEs support the development of large enterprises by meeting their requirements of inputs like raw materials, intermediate goods, spare parts, etc. Then utilizing their output for further production. അവർ അടുത്ത പ്രൊഡക്ഷന് വേണ്ടി അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം പോയിട്ട് ആൻസിലറി യൂണിറ്റ്സ്, അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം? അതന്നെ. അപ്പൊ അതുപോലെയുള്ള ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ ഓൾറെഡി ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും ഒക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള MSMEs എന്റർപ്രൈനേഴ്സ് എവിടെയാ ചെല്ലുക? ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ പോയി നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും ഒക്കെ ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ സപ്പോർട്ടും കൊണ്ടും അവർക്കും എന്താകും? പർച്ചേസ് മെച്ചപ്പെടും. അതായത് അവർക്ക് പൈസ കിട്ടുന്നു, ആ കമ്പനി ഡെവലപ്പ് ആകും. അപ്പൊ നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യുവല്ലേ ചെയ്യുന്നത്?
അതാണ് ഇവിടെ പറയുന്നത് ഫെസിലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ലാർജ് സ്കെയിൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് MSME പറയുന്നത്. ഗെറ്റിംഗ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലോക്കൽ പീപ്പിൾ, അതായത് self-employment opportunities. That means large employment opportunities. Then economical use of capital. MSMEs need the less capital investments for their production and manufacturing services. Then balanced regional development. MSMEs started in rural areas. Then developing that rural areas, getting more employment opportunities for that particular locals. Then improving their standard of living. Then next equitable next point ഏതാ പറഞ്ഞേ? ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ പോയിന്റ് ഏതാ? ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. സാലറി കിട്ടി, നാഷണൽ ഡെവലപ്പ് ആവും, അപ്പൊ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. നെക്സ്റ്റ് പോയിന്റ് മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. എന്താണ്? Mobilization of local resources means MSMEs encourages the thrift and investment in peoples of rural areas. Okay. Next one, simple technology. The MSMEs using simple technology techniques of production can be adopted more easily by MSMEs than without much investments. Next, less dependence on foreign capital. Then MSMEs relatively low portion of imported equipment and materials, then reducing the needs for foreign capital. Next one, shorter gestation period. The time lag between the execution of the investment project and the start the flow of consumable goods is relatively short. Finishing their production is short, using getting short period of time. The next point, the promotion of self-employment. To protect the individual skills and initiative and promotion of self-employment among the professional class people. Next one, promotion of export. Developing MSMEs, then develop the getting the export opportunities for our enterprises. Next, protection of environment. MSMEs help to protect the environment and reducing the problems of pollution. Okay. Then next, facilitate development of large scale enterprises. MSMEs purchasing the equipment or raw materials in other ancillary units or large scale industries. This also support the other large scale industries. Got it? Yes. ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഇതാ മാർക്ക് ചെയ്തിടുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയക്കുക കേട്ടോ. വേഗം വേണേ, ആലോചിച്ചിരിക്കല്ലേ, നമുക്ക് അടുത്ത പോർഷൻ എടുക്കേണ്ടതാണേ. കിട്ടിയിട്ടില്ലേ? എന്നാ വേഗം അറ്റൻഡ് ചെയ്തിട്ട് വേഗം തന്നു. അധികം ടൈമില്ല, വേഗം നോക്കിട്ടേ. ഓക്കെ അല്ലേ? ചാർജ് തീരുന്നതിന് മുമ്പ് വേഗം ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ ചെയ്തില്ലേ? എവിടെ ക്ലിക്ക് ചെയ്യണ്ട, എവിടെ ഒന്നും മനസ്സിലാകുന്നില്ല. ജ്യോതിക്കൊക്കെ ആയിട്ടില്ലായിരുന്നോ നേരത്തെ? കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യ മോളെ. പറ. ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. മിസ് ഇത് എവിടെ ക്ലിക്ക് ചെയ്യാ? നോക്കട്ടെ, വെയിറ്റ്. അതിൽ ഓപ്ഷൻ ഇല്ല, ഒരു റൗണ്ട് ബട്ടൺ ഇല്ല. ജ്യോതികൊക്കെ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം വന്ന്. എന്നാ വേഗം ആക്ക്. ഇല്ല, വന്നില്ല.
വന്നല്ലോ. വന്ന് വന്നൊരു വേഗം ചെയ്തിട്ട് വേഗം താ. കിട്ടിയിട്ടില്ല. മിസ്സേ ഞാനെപ്പോഴാ പോവാന്ന് പറയാൻ പറ്റൂലേ? 10 കുഴപ്പമില്ല പോകുമ്പോ എനിക്ക് മനസ്സിലായി. നാലാളെ ചെയ്തിട്ടുള്ളൂ. മിസ് ആ സാധനം വന്നിട്ടൊന്നുമില്ല. എവിടെ നിനക്ക് റേഞ്ച് കുറവായിരിക്കും മോനെ. വന്നു ഞാൻ പറഞ്ഞത് എല്ലാം ലാസ്റ്റ് ആണ്. 5 ആൾ ഇനിയും ചെയ്യാനുണ്ട്. വേഗം ചെയ്യേ. 5 ആൾ കൂട്ടുണ്ടാവും. ഓക്കെ വേഗം ചെയ്യും. ഇനി ബാലൻസ് ഉള്ളത് വേഗം ചെയ്യും. വന്നാ ഇപ്പൊ മയ്യത്താവും. ഇനി കറണ്ട് വരുമ്പോ ഒക്കെ ഉണ്ടല്ലോ എല്ലാരും ഫസ്റ്റ് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫോണിൽ കളി എല്ലാം കുറയ്ക്കും. നമുക്ക് പഠിക്കാനുള്ളതിലേക്ക് പോവാ. എന്നിട്ട് കുറച്ച് ഫോണിൽ കളി കുറയ്ക്കും. ശനി ഞായർ ഇരുന്നിട്ട് ഫോണിൽ കളിച്ചു. അപ്പൊ പിന്നെ ചാർജ് വെറുതെ കുഴപ്പമില്ലല്ലോ. മൺഡേ ടു ഫ്രൈഡേ കുറച്ച് സമയം ക്ലാസ് എടുക്കാനുള്ളതും കൂടെ മിച്ചം വെക്കണേ. അടുത്ത പോർഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ക്ലോസ് ചെയ്യുവാണേ. ഇനി ടൈമില്ല. ക്ലോസ് ചെയ്തല്ലേ ഞാനിപ്പോ പോകും. അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? അടുത്ത പോർഷൻസ് പ്രോബ്ലംസ് ഓഫ് MSME. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് പോയിന്റ്, ഇന്ന് പരിധി എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേഗം പറ. എന്തെങ്കിലും ലിമിറ്റേഷൻസോ ഇങ്ങനെയുള്ള MSME കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസ് തോന്നുന്നുണ്ടോ? പാവം പിള്ളേർ ഒന്നും തോന്നുന്നില്ല. എന്നാ ഞാൻ തന്നെ പറയാം. ഫസ്റ്റ് പോയിന്റ്, lack of managerial experience. അതെന്താ സംഭവം? MSMEs പോലെയുള്ള ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാനേജേരിയൽ, ഇപ്പം നമ്മൾ നാളെ മുതൽ നമുക്ക് വേണ്ടി അത്യാവശ്യം ഒരു ബിസിനസ് തുടങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ നമുക്കുണ്ട്. നമ്മളൊരു ബിസിനസ് തുടങ്ങി. പക്ഷേ അത് മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളോ നമ്മൾക്കില്ല. ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എംപ്ലോയീസിനെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയെന്ന് വരുമോ? ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോ കാര്യങ്ങളോ നമുക്കില്ല. നമ്മൾ ഫ്രഷേഴ്സ് ആണ്. മാനേജ്മെന്റ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ ഫസ്റ്റ് ബിസിനസ്സിലേക്ക് വരുവാണ്. നമ്മുടെ കീഴിൽ ഒരു 10-15 എംപ്ലോയീസിനൊക്കെ അല്ല, വേണ്ട സ്മോൾ സ്കെയിൽ അല്ലേ, ഒരു 5 എംപ്ലോയീസിനെ നമ്മുടെ കീഴിലേക്ക് വെച്ചു ഹെൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അവരെ മാനേജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരുമോ? ഒരു പക്ഷേ ചിലപ്പം മാനേജ്മെന്റിൽ ചിലപ്പം ചില പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് മാനേജറിയൽ എക്സ്പീരിയൻസ്, മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, the MSMEs is owned by one person or group of persons. They may not be having a specialized knowledge in the different fields of management. Then the time of initiating the project, they are not in a position to anticipate correctly their financial requirements and the size of the market for their products. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വേണ്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഫസ്റ്റ് വരുന്നതാണ് അവർ ആ ഒരു പോസ്റ്റിലേക്ക്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസിന്റെ അഭാവങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ലാക്ക് ഓഫ് മാനേജേരിയൽ എക്സ്പീരിയൻസ്. ഇത്രയും കാര്യം ഓർത്താൽ മതി. MSMEs owned and managed by one person or group of persons, then sometimes may not be having specialized knowledge in the different fields of management. ഒരുപാട് ഫീൽഡ് ഉണ്ട്. ഫിനാൻഷ്യൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ചിലപ്പോൾ എന്താണ്, വേണ്ടത്ര ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. Then second point, inadequate finance.
inadequate finance. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ എന്തില്ലാത്ത അവസ്ഥയാ? ഫിനാൻസ് ഇല്ലാത്ത അവസ്ഥ. ഇൻവെസ്റ്റ്മെന്റ് ടൈം മുതൽ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തുന്നത് വരെ എന്തുണ്ടാവണം? ഫിനാൻസ് ഉണ്ടാവണം. ഇപ്പൊ ഫിക്സഡ് അസറ്റ് അല്ല, ഫിക്സഡ് ക്യാപിറ്റൽ ആകാം, വർക്കിംഗ് ക്യാപിറ്റൽ ആകാം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിനായിരുന്നു? ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പോലെ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അല്ലേ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് എല്ലാം തുടങ്ങി എന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് പോലും അറിയത്തില്ല. നമ്മൾ കയ്യിൽ വെക്കും. നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഒരു പൈസ വേണം. പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പോയിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിന് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതി അത് കൂടാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾക്ക് ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം പറയുന്നത് കൺസേണിംഗ് ബൈ MSMEs, എസ്പെഷ്യലി ഫിനാൻസ്. ഒരു ഓർഗനൈസേഷന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓർത്തിരുന്നത്. അപ്പൊ ഫിനാൻസ് ഇല്ലെങ്കിൽ, അപ്പം നമുക്ക് വേണ്ടത്ര ഫിനാൻസ് ഇല്ല, ക്യാപിറ്റൽ ഇല്ല എങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതൊക്കെ മെയിൻ പ്രോബ്ലംസ് ആണ്. ദ ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് MSMEs ഓർ അതർ ഏത് ഓർഗനൈസേഷൻ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ, അതായത് ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇത്രയും ഓർത്താൽ മതി. Finance is an lifeblood of an organization. Then no organization can function properly without adequate finance. അതിനു വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ സമീപിക്കും? ഫിനാൻസിന് വേണ്ടിയിട്ട് ബാങ്ക്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരൊക്കെ ചെന്നിട്ട് ലോൺ വേണമെന്ന് പറയുമ്പോഴേ ലോൺ തരുമോ നമുക്ക്? പിന്നെയോ ഡോക്യുമെന്റ്, ദാറ്റ് മീൻസ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവർ ലോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരത്തുള്ളൂ. ഓക്കെ. ദെൻ MSME പോലെയുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ എന്താണ്, ചെറിയ ചെറിയ സബ്സിഡീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു കൊടുക്കും. ചെറിയ ചെറിയ സബ്സിഡി ബേസിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഓഫേഴ്സ് ഒക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ ഇത്തരത്തില് MSMEസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ സർവീസ് അസിസ്റ്റൻസ് കാര്യങ്ങൾ MSMEസിനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. പ്രോബ്ലംസ് പറയുമ്പോൾ ഇനാഡിക്വേറ്റ് ഫിനാൻസ് ഓർക്കുക. Then next point, lack of proper machinery and equipment. Lack of proper machinery and equipment. Lack of proper machinery and equipment. Another problem or limitation means MSMEs use inefficient and outdated machinery and equipment. It affects the quantity and quality of production. The resulting high cost of പ്രൊഡക്ഷൻ. ശരിയാണോ? പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള റൈറ്റ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ദെൻ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മെഷീനറി ഒക്കെ ചെറിയ പൈസക്കാണ്. അപ്പൊ നമ്മൾ ലോ ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള മെഷീനറീസ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് എന്തുണ്ടാവും? അതിന് സെക്കൻഡറി പ്രോഡക്റ്റ് ആവുമ്പോൾ പെട്ടെന്ന് എന്തുണ്ടാവും? സെക്കൻഡറി എക്യുപ്മെന്റ് ഓർ മെഷീൻ ആവുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കാം? പറ, എന്താ സംഭവിക്കുന്നേ? സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ചാൽ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നേ? ഡാമേജസ് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നന്നാക്കാനൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെൻസ് എന്തുണ്ടാവും? കൂടുതലായിട്ട് വരും. കോസ്റ്റ് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ MSMEs can use inefficient and outdated machineries and equipment. It can be affected the quantity and quality of the product. Then the result in high cost of production. അതിന്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ചാൻസ് ഉണ്ടാവുന്നു. അതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള മെഷീൻസോ എക്യുപ്മെന്റ്സോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഇൻഎഫിഷ്യന്റ് ആണ് എങ്കിൽ
അതിന് ഡാമേജസ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. കറക്റ്റ് ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ്, lack of technical know-how. lack of technical know-how. KNOW ആണ്. KNOW ഒരു ഹൈഫൻ ഇടുക, HOW. know-how means ആ ടെക്നിക്കലി നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കേണ്ടതെന്ന് അതിനെ പറ്റിയിട്ടുള്ള ടെക്നിക്കൽ നോളജോ സ്കിൽസോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇൻഫോർമേഷൻസ്, വേണ്ടത്തെ ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അറിവില്ലാത്ത, നമുക്ക് ഇൻഫോർമേഷൻസിന്റെ അഭാവങ്ങൾ കാര്യങ്ങൾ, അതാണ് lack of technical know-how പറയുന്നത്. The MSMEs do not have the knowledge about different alternative technologies and processes available in manufacturing their products to improve the quality of products and reduce cost. ടെക്നിക്കലി നമ്മൾ എങ്ങനെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ഏറ്റവും ചെലവ് ചുരുക്കിക്കൊണ്ട് തന്നെ റൈറ്റ് ക്വാണ്ടിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള അറിവിനെ പറ്റിയൊന്നും നമുക്ക് ഇല്ല, അറിവ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതായത് ഫസ്റ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ പറ്റി എല്ലാം ആദ്യം അന്വേഷിക്കാൻ വേണ്ടി പോകുമോ? റൂറൽ ഏരിയാസിലാണ്, സ്മോൾ സ്കെയിലാണ്, അപ്പൊ അതിനെപ്പറ്റി ഓരോന്നും അനുഭവത്തിലൂടെ ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ. അവർക്ക് വേണ്ട ട്രെയിനിങ് ഒന്നും പ്രോപ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ എങ്ങനെ ടെക്നിക്കലി നമ്മൾ ഇതിങ്ങനെ എങ്ങനെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, ഏതെല്ലാം ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യണം, എങ്ങനെ അതിന്റെ കോസ്റ്റ് മാനേജ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്ട്സ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് കിട്ടാതെ വരുന്ന അവസ്ഥ. അതാണ് lack of technical know-how എന്ന് പറയുന്നത്. മനസ്സിലായോ? Then next point, run on traditional lines. Run on traditional lines. Run on traditional lines. Normally MSMEs അഡോപ്റ്റ് ചെയ്യുന്നത് എന്ത് ടെക്നോളജിയാണ് നമ്മൾ പറഞ്ഞത്? ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇമ്പോർട്ടൻസിൽ ഏത് ടെക്നോളജിയാ യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? മോഡേൺ ടെക്നോളജി എന്നാ പറഞ്ഞത്. സിമ്പിൾ ടെക്നോളജി. സിമ്പിൾ ടെക്നോളജി യൂസ് ചെയ്യുന്നു എന്നാ പറയുന്നത്. സിമ്പിൾ ടെക്നോളജി മീൻസ് ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രോഡക്ട്സ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ട്രഡീഷണൽ ആയിട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ മോഡേൺ രീതിയിൽ പോകുന്നതാണോ കസ്റ്റമേഴ്സിന് കൂടുതൽ മോഡേൺ ആയിട്ടുള്ളത്. അപ്പം റൺ ഓൺ ട്രഡീഷണൽ ലൈനിൽ പോകുന്ന ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് താരതമ്യേന എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? കുറവായിരിക്കും. അതായത് ആഡിക്വേറ്റ്, അതായത് ഡെവലപ്മെന്റ്, വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഓൾഡ് ഡിസൈൻസ് അല്ലെങ്കിൽ ഓൾഡ് പാറ്റേൺസ് ആർ യൂസ്ഡ് ഇൻ ട്രഡീഷണൽ. അതായത് നമ്മുടെ MSMEs ഇങ്ങനെ പോയി കഴിയുമ്പോൾ പഴയ ഫാഷന്, പഴയ മെത്തേഡ്, പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് അവരുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് പറയുന്നത്. മനസ്സിലായോ? ഓൺ ട്രഡീഷണൽ ലൈൻസ് മീൻസ് they have not yet adopted modern methods and techniques of production. All the designs and patterns are used. Then consumers satisfaction എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി ലോ ആയിരിക്കും. യെസ്, അത് തന്നെ. Then next, irregular supply of raw materials. Irregular supply of raw materials. Irregular supply of raw materials. പ്രോപ്പർ ആയിട്ട് റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം റൂറൽ ഏരിയാസിലേക്കൊക്കെയാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഫിനാൻസ് കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ ഇല്ല എങ്കിൽ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും സ്ഥിരമായി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രോബ്ലംസ് കാര്യങ്ങൾ വരും. അപ്പം റൈറ്റ് ക്വാണ്ടിറ്റിയിലും റൈറ്റ് ക്വാളിറ്റിയിലും ഒക്കെ റെഗുലർ ആയിട്ട് റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. റെഗുലർ അല്ലാണ്ട് നമുക്ക് റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ പ്രോപ്പർ ടൈമിൽ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസിൽ പറയുന്നത്. The quantity or quality and regularity of supply of raw materials are some other problems. That means the majority of MSMEs depends on local resources for their raw materials requirements. Then
MSMEs may not be able to get regular supply of quality raw materials in adequate quantity. പ്രോപ്പർ ടൈമിൽ കിട്ടിയില്ല, പ്രോപ്പർ അധികവും നമ്മൾ ലോക്കൽ റിസോഴ്സസിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് കൂടാണ്ട് അതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട്, അത് കൂടാതെ നമുക്ക് വേണ്ട അതർ മെറ്റീരിയൽസ് കാര്യങ്ങൾ പ്രോപ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മുടെ കമ്പനിയിൽ അപ്പം ചെറിയ ചെറിയ പ്രോബ്ലംസ് കാര്യങ്ങൾ സംഭവിക്കും. നെക്സ്റ്റ് പോയിന്റ്, പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്. പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് എന്താ പ്രോബ്ലം? മാർക്കറ്റിംഗിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ? വിദ്യൊക്കെ പോയാ? വിദ്യ ഷാനിബിയൊക്കെ പോയാ? നമ്മളിപ്പം പുറകെ തന്നെ പോകും. വിദ്യ പോയി. അതല്ല ഞാൻ അടിച്ചു വിട്ട് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് പോയിന്റ്, പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് മീൻസ് എന്താണ്? മാർക്കറ്റിംഗിൽ നമ്മൾക്ക് വേണ്ടത്ര അറിവ് കാര്യങ്ങള് ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അറിയുന്നത്? നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് കൺസ്യൂമർ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അത് തന്നെ, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൺസ്യൂമേഴ്സ് അറിയത്തുള്ളൂ, പർച്ചേസ്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ക്യാഷ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ കോസ്റ്റ് ഒക്കെ മുടക്കി നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരുമോ? ഇല്ല. അത് അപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മൾ സെയിം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന, അതേസമയം ബ്രാൻഡഡ് ആയിട്ട് ആ സെയിം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് ഒക്കെ എന്താണ് നല്ല അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, ഓഫേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് എങ്ങോട്ടേക്ക് പോകും? അവരുടെ അടുത്തേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള മാർക്കറ്റിംഗിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് the problem of popularizing brand name of the products of MSMEs is actually due to tough competition in large industries. അതായത് കോമ്പറ്റീഷനെ നമ്മൾ ഫേസ് ചെയ്യണം. അതിനായിട്ട് cannot afford costly advertisement. നിങ്ങൾ ആദ്യം വീഡിയോ ഓൺ ചെയ്തിട്ട് വാ, എന്നിട്ട് പറ, അപ്പൊ ഞാൻ കേൾക്കാം. ആരുടെ അടുത്തും കറണ്ട് ഇല്ല. ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം ആൾക്കാരുടെ അടുത്തും കറണ്ട് ഇല്ല, എന്നിട്ടും അവർ ഓണാക്കി. എനിക്ക് നിങ്ങളെ കണ്ടാലല്ലേ എന്താ കംപ്ലൈന്റ് അത്? ഇല്ല, ഇനി ഓഫ് ആക്കി വെച്ചിട്ട് നിന്നെ കണ്ടാ മതി. അതെ, കണ്ടാ മതി. കാണുന്നുണ്ട്. Then next ഇതാ ഒന്നും കൂടെ പറയാം. പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. നമ്മൾ ഉണ്ടാക്കുന്ന സെയിം പ്രോഡക്റ്റ് തന്നെ വേറെ കമ്പനീസും ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പൊ അവർ ബ്രാൻഡഡ് ആണ്, അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് അതിലേക്ക് വീഴും. നമ്മൾ തന്നെ അറിയാലോ, പരസ്യത്തിലേക്ക് വീണിട്ടില്ല നമ്മൾ ഓരോ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹൈ കോസ്റ്റ് ഒക്കെ, ഹൈ ചെലവൊക്കെ, ഒരുപാട് പൈസ ചെലവാക്കിയിട്ടൊന്നും അഡ്വർടൈസ്മെന്റ് കൊടുക്കാനൊന്നും ഇത്തരത്തിലുള്ള MSME പോലെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒന്നും മുൻപോട്ട് വരത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ മാർക്കറ്റിംഗിൽ അവർക്ക് എന്തുണ്ടാകുന്നുണ്ട്? എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പേഴ്സണൽ പ്രോബ്ലംസ്. എന്താ പേഴ്സണൽ പ്രോബ്ലംസിൽ വരുന്നത്? പേഴ്സണൽ പ്രോബ്ലം മീൻസ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്തു, അവർക്ക് വേണ്ട പ്രോപ്പർ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നമ്മൾ ഓരോ സെക്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ മാനുഫാക്ചറിങ്, ഫിനാൻസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഓരോ സെക്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാതെ നമ്മൾ പ്രോപ്പർ ആകാതെ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പേഴ്സണലി നമ്മുടെ കമ്പനീനെ ബാധിക്കില്ലേ? അതുപോലെ തന്നെ ലേബേഴ്സുമായിട്ട് ഈ മാനേജർ, ആ ഓണർ, ആ എന്റർപ്രീനർക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ, ഇവർ തമ്മിൽ എപ്പോഴും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നും അല്ല പോകുന്നത്, നല്ലൊരു ഇതില്ല, ഏത് നേരം നോക്കിയാലും എംപ്ലോയീസിനെ വഴക്ക് പറയും, അല്ലെ എംപ്ലോയീസ് പ്രോപ്പർ ആയിട്ട് ചെയ്യത്തില്ല, ഒരുമാതിരി ദേഷ്യപ്പെടുന്ന ഒരു മാനേജ്മെന്റ് ആണ്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവും? കോപ്പറേഷൻ ഉണ്ടാവോ? അതാരെ എഫക്ട് ചെയ്യും? കമ്പനീനെ എഫക്ട് ചെയ്യും. അപ്പം പേഴ്സണൽ പ്രോബ്ലംസിൽ പറയുന്നത് ഓർക്കുക, they cannot provide much training facilities to employees. They also face the problem of maintaining and good relation with the labor unions and to create
conflict between managers or owners and employees, ഇതൊക്കെ personal problems ൽ വരുന്ന കാര്യങ്ങൾ. Then next point, lack of എത്ര point ആയി? 8. Okay. Lack of clear cut policy of the government. Lack of clear cut policy of the government. എന്താണ്? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുമോ ഇങ്ങനെയുള്ള ചെറുകിട സംരംഭങ്ങൾക്കെല്ലാം? അതേസമയം ഗവൺമെന്റിന്റെ സപ്പോർട്ട്, സബ്സിഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എക്കണോമിക്കലി ഒരു അവർക്കൊരു സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മോട്ടിവേഷണൽ ഇങ്ങനെയുള്ള MSME പോലെയുള്ള എന്റർപ്രനേഴ്സിന് ആണോ? അതാണ് lack of clear cut policy of the government എന്ന് പറയുന്നത്. The government may take decisions relating MSMEs on the basis of political consideration rather than economic consideration. അതായത് പാർട്ടി ബേസിൽ ആയിരിക്കരുത് കൺസിഡറേഷൻസ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ചില പാർട്ടിയുടെ ആൾക്കാരാണ് അവർക്ക് ഒരു സർവീസും വേണ്ട. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നില്ലേ? ആണോ? ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യം എന്താ? ആളുകളെ നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? ഓരോരോ പാർട്ടിയൊക്കെ നോക്കിയിട്ടല്ലേ ഓരോ സർവീസ്, ഓർഗനൈസേഷൻ അല്ല ഏത് സർവീസ് ആണെങ്കിലും ആളെയും തരം നോക്കിയിട്ടല്ലേ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് ഒരു MSMEയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് പോയിന്റ്, lack of clear cut policy of the government. Then last point, underutilization of capacity. Underutilization of capacity. Underutilization of capacity. Underutilization of capacities includes shortage of raw materials, non-availability of power, inadequate working capital, limited market, etc. ഇതാണ് underutilization of capacity വരുന്നത്. ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, കാര്യങ്ങൾ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസോ കാര്യങ്ങളോ കിട്ടുന്നില്ല, ഷോർട്ടേജസ് കാര്യങ്ങൾ സംഭവിച്ചു, നല്ല രീതിയിൽ ഓർഗനൈസേഷൻ മുമ്പോട്ട് പോവില്ല. നോൺ അവൈലബിലിറ്റി ഓഫ് പവർ, അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഓർക്കുക. കറണ്ട് ഇല്ലായിരുന്നു, മൊബൈൽ ഓഫ് ആയി പോയി, പലരും പോയി, ശരിയല്ലേ? നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് തന്നെ. നെക്സ്റ്റ്, ഇൻഅഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് സാലറി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് വേണ്ടത്ര അളവിൽ നമുക്ക് പൈസ കാര്യങ്ങൾ ഇല്ലാതെ വരുന്നു. ദെൻ ലിമിറ്റഡ് മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് ലിമിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്സോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗിൽ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടത്ര അളവിൽ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റിയുടെ കീഴിൽ വരുന്ന കാര്യം. അപ്പം 10 കാര്യങ്ങൾ പറഞ്ഞില്ലേ? Once again, the first one, lack of managerial experience. വേണ്ടത്ര അളവിൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. ആ ഡിഫറെന്റ് സെക്ഷൻസും കാര്യമായി നമുക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇൻഅഡിക്വേറ്റ് ഫിനാൻസ്. ഫിനാൻസ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഏത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് പണം വേണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫിനാൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പൈസ ഇല്ലെങ്കിലും പണി പാളും. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്. നമുക്ക് കാര്യം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രോപ്പർ ആയിട്ട് മെഷീൻസോ എക്യുപ്മെന്റ്സോ ഒന്നും ഇല്ല. അത് നമ്മുടെ കയ്യിൽ സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളൊക്കെയാണ്, പെട്ടെന്ന് ഡാമേജ് കാര്യങ്ങൾ വരും, നന്നാക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ക്വാണ്ടിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോ ഹൗ. മീൻസ് ടെക്നിക്കലി എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം, എപ്പോഴുണ്ടാക്കണം, ഏത് ക്വാളിറ്റി ഉണ്ടാക്കണം, മാനുഫാക്ചറിങ് ചെയ്യുന്ന രീതി എന്താണ്. അപ്പൊ ടെക്നിക്കലി നമുക്ക് അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും അറിവില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് ഫ്ലോപ്പ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, റൺ ഓൺ ട്രഡീഷണൽ ലൈൻസ്. റൺ ഓൺ ട്രഡീഷണൽ ലൈൻസ് മീൻസ് നമ്മൾ മോഡേൺ ടെക്നിക്സ് അല്ല യൂസ് ചെയ്യുന്നത്, ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾഡ് ഫാഷനിലും ഓൾഡ് പാറ്റേണിലും ഒക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ട്രെൻഡിങ് അനുസരിച്ച് കൺസ്യൂമേഴ്സ് വരുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് പവർ ഇവിടെ ലോ ആയിട്ട് മാറുന്നു, ഡിമാൻഡ് കുറയുന്നു നമ്മുടെ പ്രോഡക്റ്റിന്റെ. നെക്സ്റ്റ്, ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്.
നമുക്ക് സപ്ലൈ ചെയ്യുന്ന റോ മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ആ റൈറ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. നെക്സ്റ്റ് പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്. നമ്മുടെ പ്രോഡക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും. നമുക്ക് കോമ്പറ്റീഷനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി പറ്റിയെന്ന് വരത്തില്ല. അഡ്വർടൈസ്മെന്റിനൊക്കെ നമുക്ക് ഒരുപാട് പൈസയോ കാര്യങ്ങളോ ചെലവാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് നോർമലി ലോ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പേഴ്സണൽ പ്രോബ്ലംസ്. പേഴ്സണൽ പ്രോബ്ലംസ് മീൻസ് നമ്മളിവിടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ അതുപോലെ തന്നെ എംപ്ലോയീസും ഓണേഴ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മ്യൂച്വൽ ആയിട്ട് പോകണം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ അവർ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അത് ആ ഓർഗനൈസേഷനെ ബാധിക്കുന്നു. നെക്സ്റ്റ് ലാക്ക് ഓഫ് ക്ലിയർ കട്ട് പോളിസി ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാകണം. അത് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ വെച്ചായിരിക്കരുത്, എക്കണോമിക്കലി ആയിരിക്കണം അവരെ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി. അതായത് മെറ്റീരിയൽസിന്റെ ഷോർട്ടേജസ് അല്ലെങ്കിൽ പവർ ഇല്ല, നോൺ അവൈലബിലിറ്റി ഓഫ് പവർ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് നമുക്ക് ലിമിറ്റഡ് മാർക്കറ്റ് നോളജ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇതാ നേരത്തെ തന്ന അതേ കാര്യം ഞാൻ ഇപ്പൊ തരാൻ വേണ്ടി പോവാണേ. ആയിട്ടില്ലേ? ഓക്കെ അല്ലേ? യെസ്. 4 ആളേ ഉള്ളൂ അല്ലേ? എല്ലാരും പോയല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കും അടുത്ത ക്ലാസ് ഉള്ളതാ, ലിമിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ഡേ നാളെ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്റെ മക്കളെ. പറയണ്ട. നാളെ ഉച്ചയ്ക്ക് ശേഷം CDP-ന്റെ ഫസ്റ്റ് ചാപ്റ്റർ എക്സാം ഉണ്ട്. ഓൾറെഡി ചിത്ര മാം ഓൾറെഡി നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടാവും, വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് എക്സാം. അതിനുശേഷം ആൻസർ അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി ഇട്ടതാണ്, പക്ഷെ കുറച്ച് പേര് അറ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ട്രയൽ ആയിട്ടൊന്ന് നോക്കുവല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ 25 മാർക്കിന്റെ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ, പഠിക്കുന്ന 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നാളെ HRM-ന്റെ അതായത് EDP-ന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേ നമ്മള് കൺസെപ്റ്റ് ഓഫ് എന്റർപ്രീനർഷിപ്പ് ഇല്ലേ കേട്ടോ. ഇതൊന്ന് എല്ലാരും ഒന്ന് പറയണേ, കട്ടായി പോയ ടീമൊന്ന്. ഓക്കെ, ബൈ.
Vandy Dog.